بسم الله الرحمن الرحيم. الحمد لله رب العالمين، وصلى الله وسلم على نبينا محمد وعلى آله وصحبه أجمعين. أما بعد، اللهم إنا نسألك خير هذه الليلة وخير ما فيها، نصرها وفتحها ونورها وبركتها ورزقها وهداها، ونعوذ بك من شر هذه الليلة ومن شر التي قبلها ومن شر التي بعدها. أما بعد. സഹോദരങ്ങളെ, സൂറത്തുൻ നസ്റാണ് നമ്മൾ തുടങ്ങി വെച്ചിട്ടുള്ളത്. ഈ സൂറത്ത് എവിടെ അവതരിപ്പിക്കപ്പെട്ടതാണ്? മദീനയിൽ അവസാന കാലത്ത് ഇറങ്ങിയതാണെന്ന് പറഞ്ഞു. അവസാനം ഇറങ്ങിയ സൂറത്താണെന്ന് പറഞ്ഞു. മദീനയിൽ അവതരിച്ച സൂറത്താണിത്. ഒരു പ്രാവശ്യം കൂടി ഓതിയിട്ട് തുടങ്ങാം. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. إذا جاء نصر الله والفتح. إذا جاء نصر الله والفتح ورأيت الناس يدخلون في دين الله أفواجا. ورأيت الناس يدخلون في دين الله أفواجا فسبح بحمد ربك واستغفر. إنه كان توابا. ഈ സൂറത്തിന്റെ ഒരു പ്രത്യേകതയാണ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞിട്ടുള്ളത്. അവസാനമായി ഇറങ്ങിയിട്ടുള്ള സൂറത്താണിത്. അതുപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടുള്ള ഒരു ഹദീസ് ഇങ്ങനെയാണ് ഈ സൂറത്തിനെ കുറിച്ച്. ഈ സൂറത്തിനെ കുറിച്ച് വന്നിട്ടുള്ള ഒരു പ്രത്യേകത, തഅദിൽ റുബു അൽ ഖുർആൻ. ഈ സൂറത്ത് പരിശുദ്ധ ഖുർആനിന്റെ റുബു ആണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അത് ഷെയ്ഖ് അൽബാനി സിൽസിലത്തുൽ അഹാദീസ് സഹീഹയിൽ ചില ഹദീസുകൾ പറയുന്നതിനിടയിൽ സഹീഹാണെന്ന് സൂചിപ്പിച്ചിട്ടുണ്ട്. റുബ എന്ന് പറഞ്ഞാൽ 4/1. സുലുസ് എന്ന് സൂറത്തു അൽ ഇഖ്ലാസിനെ കുറിച്ച് പറഞ്ഞതുപോലെ റുബ 4/1 എന്ന് പറയപ്പെട്ടിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി. ഇനി നോക്കൂ, ഈ ഹദീസിന്റെ ഈ സൂറത്തിനെ കുറിച്ച് ഇബ്നു കസീർ റഹിമഹുല്ലാഹു തആല പറയുകയാണ്, റവൽ ബുഖാരിയു عن ابن عباس قال كان عمر يدخلني مع أشياخ بدر. അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുന്നു, ഇബ്നു അബ്ബാസ് വളരെ ചെറിയ സഹാബിയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് ചെറിയ കുട്ടിയായിരുന്നു. നബിയുടെ പിതൃവ്യ പുത്രനാണ്. ഇബ്നു അബ്ബാസ് പറയുന്നു, കാന ഉമർ ആയിരുന്നു യുദ്ഖിലുനി മഅ അശ്യാഖി ബദർ. ബദറിൽ പങ്കെടുത്ത പ്രായം ചെന്ന സഹാബിമാരുടെ കൂടെ ഉമർ റളിയല്ലാഹു അൻഹു എന്നെ പ്രവേശിപ്പിക്കാമായിരുന്നു. ഉമറിന്റെ കൂടെ വളരെ കാര്യമായ കാര്യങ്ങൾ, വളരെ ഗൗരവപ്പെട്ട കാര്യങ്ങൾ ചർച്ച ചെയ്യുന്ന ഉമറിന്റെ ശൂറ, ഉമർ കൂടിയാലോചിക്കുന്ന ബദറിൽ പങ്കെടുത്ത പ്രായമേറിയ വലിയ വലിയ സഹാബിമാരുടെ കൂടെ, അബ്ദുറഹ്മാൻ ഇബ്നു ഔഫിനെ പോലെയുള്ള സഹാബിമാരുടെ കൂടെ എന്നെയും ആര് പ്രവേശിപ്പിക്കാറുണ്ടായിരുന്നു? ഉമർ പ്രവേശിപ്പിക്കാറുണ്ടായിരുന്നു. ആരാ പറയുന്നത്? ഇബ്നു അബ്ബാസ്, അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ്. എന്തായിരിക്കും കാരണം? ഇൽമാണ് കാരണം. അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസിന്റെ ഇൽമാണ് കാരണം. വലിയ ആലിമായിരുന്നു. فكأن بعضهم وجد في نفسه. അബ്ദുല്ലാഹി ഇബ്നു ഉമർ പറയുന്നു, അങ്ങനെ ഞാൻ അവരെ കൂടെ ചർച്ച ചെയ്യാൻ എന്നെയും കൂട്ടുക എന്നുള്ളത് ആ വലിയ സഹാബിമാരിൽ ചിലർക്ക് ഒരു പ്രയാസമായി തോന്നി. അവർ പറഞ്ഞു, فقال لم يدخل هذا معنا لما يدخل هذا معنا ولنا أبناء مثله. എന്താണ് ഉമർ ഞങ്ങളുടെ കൂടെ ഈ കുട്ടിയെ പ്രവേശിപ്പിക്കുന്നത്, കുട്ടിയെ കൂട്ടിയിരുത്തുന്നത്? ഞങ്ങൾക്ക് ഈ കുട്ടിയെ പോലെയുള്ള മക്കളുണ്ടല്ലോ എന്ന്. അതങ്ങനെ സ്വാഭാവികമാണല്ലോ. പ്രായം ചെന്ന ആളുകൾ, എല്ലാം പ്രായമുള്ള ആളുകൾ, അവരുടെ കൂടെ ഒരു ചെറിയ ആൾ കയറുമ്പോൾ
പ്രായമുള്ള ആളുകൾക്ക് ചില പ്രത്യേകതകളുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകൾ വന്നിട്ടുള്ളതാണ്. അത് അള്ളാഹുവിന്റെ ബറക്ക, അതുപോലെ ഖൈർ ആരുടെ കൂടെയാണ്? അകാബിരിക്കും, നിങ്ങളിലെ പ്രായമേറിയവരുടെ കൂടെയാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ളതാണ്. അത് ആ വലിപ്പം എന്ന് പറയുന്നത് ഇൽമു കൊണ്ടുണ്ടാകും. ഇനി ഇൽമില്ലാതെ തന്നെ പ്രായം ചെന്നവരിൽ അത് ഉണ്ടാകും. ചില പണ്ഡിതന്മാര് എത്രത്തോളം പറയുന്നത് കേട്ടിട്ടുണ്ട്. ഇപ്പൊ ഈ അടുത്ത കാലത്ത് ഭരണകൂടങ്ങൾക്കെതിരെ, മുസ്ലിം ഭരണാധികാരികൾക്കെതിരെ ആളുകൾ കലാപമുണ്ടാക്കാൻ ഇറങ്ങിയപ്പോ വലിയ ഇൽമൊന്നും ഇല്ലാതിരുന്നിട്ടും പ്രായമുള്ള ആളുകൾ പറയാറുണ്ട് ഇത് ശരിയല്ല എന്നുള്ളത്. ഇത് ശരിയല്ല. പണ്ഡിതന്മാരത് പ്രത്യേകം സൂചിപ്പിച്ചിട്ടുള്ള കാര്യമാണ്. പ്രായമുള്ളവർ പറഞ്ഞു, അവരിത് കാര്യം മനസ്സിലാക്കിയിട്ടോ ആ വിഷയത്തിലുള്ള ഹദീസുകളോ ഗൗരവപ്പെട്ട താക്കീതുകളൊന്നും മനസ്സിലാക്കിയിട്ടില്ല. പക്ഷെ അവർ പറഞ്ഞു ഇത് ശരിയല്ല. അപ്പൊ ഈ വിപ്ലവകാരികൾ പറയാൻ തുടങ്ങി, ഒക്കെ പ്രായം ചെന്ന ആളുകളാണല്ലോ, അവർക്ക് ബുദ്ധിയില്ല, നമ്മുടെ യുവാക്കൾ അതൊക്കെ മനസ്സിലാക്കിയ ആളുകളാണ് എന്ന് പറഞ്ഞ് ഈ വിപ്ലവകാരികൾക്ക് സ്വന്തം ഉപ്പാനെ കുറിച്ചൊരു മതിപ്പില്ലാതെ, കാരണം ഉപ്പിതിനെതിരാൻ പിന്നെ ആരോടാണ് അവന് മതിപ്പ്? അവന്റെ വിപ്ലവത്തെ പ്രോത്സാഹിപ്പിക്കുന്ന അവന്റെ പ്രായത്തിലുള്ള വിവരം കെട്ട കുറെ ആവേശം മാത്രമുള്ള കുറെ ആളുകളോട്. ഇത് പണ്ഡിതന്മാർ സൂചിപ്പിച്ചിട്ടുള്ളതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ആ ഖൈർ അവർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ ആ പ്രായത്തിലൂടെ അവർക്കുണ്ടായ അനുഭവങ്ങളിലൂടെ അള്ളാഹു നൽകിയതാണ്. അത് വേറെ ഒരു കാര്യം തന്നെയാണ്. അങ്ങനെ ഈ പണ്ഡിതന്മാർ ഈ വലിയ സഹാബത്തിന് ഒരു ചെറിയ പ്രയാസമുണ്ടായി അബ്ദുല്ലാഹിബ്നു ഉമറിനെ അബ്ദുല്ലാഹിബ്നു അബ്ബാസിനെ കൂടെ പ്രവേശിപ്പിക്കുന്നത്. ഫഖാല ഉമർ, എന്തിനാണ് ഇങ്ങനെ ചെയ്യുന്നതെന്ന് ചോദിച്ചപ്പോൾ ഉമർ പറഞ്ഞു, ഇന്നഹു മിമ്മൻ ഖദ് അലിംതും, നിങ്ങൾക്ക് അറിയുന്ന ആള് തന്നെയാണ് അദ്ദേഹം, അതായത് അദ്ദേഹത്തിന്റെ ഇൽമിനെ കുറിച്ച് നിങ്ങൾക്ക് അറിയാമല്ലോ എന്ന് ഉമർ പറഞ്ഞു. എന്നിട്ട് ഉമർ എന്ത് ചെയ്തു? ഫദഅഹും ذات يوم فأدخله معهم. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഒരു ദിവസം അവരെ വിളിച്ചു, ആ പ്രായം ചെന്ന സഹാബിമാരെയും വിളിച്ചു, അതുപോലെ അബ്ദുല്ലാഹിബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിനെയും വിളിച്ചു. ഇബ്നു അബ്ബാസ് പറയാണ്, ഫമാ റുവീതു അന്നഹു ദഅാനി ഫീഹിം യൗമഇദിൻ ഇല്ലാ ലിയുരിയഹും. അന്ന് വിളിച്ചപ്പോൾ എനിക്ക് തോന്നി, എനിക്ക് മനസ്സിലായി ഇത് ഉമർ വിളിപ്പിച്ചത് എന്നെ അവരുടെ മുന്നിൽ എന്റെ അറിവ് അവർക്ക് കാണിച്ചു കൊടുക്കാൻ വേണ്ടിയാണ്, ഞാൻ എന്താണെന്ന് അവരെ അറിയിക്കാൻ വേണ്ടിയാണ് എന്ന് എനിക്ക് തോന്നി, ഇന്നെനിക്ക് മനസ്സിലായി എന്ന് അബ്ദുല്ലാഹിബ്നു ഉമറിന് അത് വിളിച്ചപ്പോൾ തന്നെ മനസ്സിലായെന്ന് അവിടുന്ന് പറയുകയാണ്. ഫഖാൽ, എന്നിട്ട് അവരെല്ലാരെയും വിളിച്ചിട്ട് ഉമർ റളിയല്ലാഹു അൻഹു ചോദിച്ചു, മാ തഖൂലൂന ഫീ ഖൗലില്ലാഹി അസ്സ വജൽ ഇദാ ജാഅ നസ്റുല്ലാഹി വൽ ഫത്ഹ്. ഉമർ ഇബ്നുൽ ഖത്താബ് ചോദിച്ചു, എന്താണ് ഈ വലിയ സഹാബിമാരോട് ചോദിച്ചു, എന്താണ് നിങ്ങളുടെ അഭിപ്രായം ഇദാ ജാഅ നസ്റുല്ലാഹി വൽ ഫത്ഹ് എന്ന സൂറത്തിനെ കുറിച്ച്, ആ സൂറത്തിനെ കുറിച്ച് നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത്, തഫ്സീർ എന്താണ് പറയാനുള്ളത്? ഫഖാല ബഅദുഹും, അപ്പൊ അവരിൽപ്പെട്ട ചിലർ പറഞ്ഞു, ഉമിർനാ അൻ നഹ്മദല്ലാഹ വനസ്തഗ്ഫിറഹു ഇദാ നുസിർനാ വഫുതിഹ അലൈനാ. ആ സൂറത്തിന്റെ തഫ്സീർ എന്താണ്? ആ ബാഹ്യമായ തഫ്സീർ തന്നെയാണ്. ഇദാ ജാഅ നസ്റുല്ലാഹി വൽ ഫത്ഹ്, അല്ലാഹുവിന്റെ സഹായം വന്നാൽ, ശത്രുക്കൾക്കെതിരിൽ സഹായം വന്നാൽ, വൽ ഫത്ഹ് വിജയം വന്നാൽ, വറഅയ്ത അന്നാസ യദ്ഖുലൂന ഫീ ദീനില്ലാഹി അഫ്വാജ, അതിന്റെ ബാക്കി പത്രമാണ് ആളുകൾ കൂട്ടം കൂട്ടമായി ഇസ്ലാമിലേക്ക് പ്രവേശിക്കുന്നതും കണ്ടാൽ, ഫസബ്ബിഹ് ബിഹംദി റബ്ബിക്, നിന്റെ റബ്ബിനെ നീ ഹംദ് ചെയ്യുന്നതോടൊപ്പം തസ്ബീഹ് ചെയ്യുക, അള്ളാഹുവിനെ പുകഴ്ത്തുന്നതോടൊപ്പം അവനെ പരിശുദ്ധപ്പെടുത്തുക. അവൻ ആളുകൾ ഇല്ലാത്ത, അവനെ കുറിച്ച് എന്തൊക്കെ ഇല്ലാത്തത് പറഞ്ഞിട്ടുണ്ടോ അതിൽ നിന്നൊക്കെ അവനെ പരിശുദ്ധപ്പെടുത്തുന്നതോടൊപ്പം അവനുള്ള സിഫത്തുകൾ അവന് ചേർത്ത് പറഞ്ഞുകൊണ്ട് അവനെ സ്തുതിക്കുക. വസ്തഗ്ഫിർ, നീ അവനോട് പാപമോചനം തേടുക, ഇസ്തിഗ്ഫാർ നടത്തുക. ഇന്നഹു കാന തവ്വാബ, അവൻ തൗബ സ്വീകരിക്കുന്നവനാണ്, അവൻ അടിമയിലേക്ക് മടങ്ങി വരുന്നവനാണ് എന്നാണല്ലോ അതിന്റെ അർത്ഥം. ഈ സഹാബത്ത് പറഞ്ഞു, ഉമിർന, ഞങ്ങൾ കൽപ്പിക്കപ്പെട്ടിരിക്കുന്നു, അന്നഹ്മദല്ലാഹ്, അള്ളാഹുവിനെ ഞങ്ങൾ ഹംദ് ചെയ്യുവാൻ, വനസ്തഗ്ഫിറഹു, അവനോട് ഇസ്തിഗ്ഫാർ നടത്തുവാൻ, ഇദാ നുസിർന, എപ്പോ നമുക്ക് സഹായം കിട്ടിയാൽ, അള്ളാഹുവിന്റെ സഹായം, ശത്രുക്കൾക്കെതിരെയുള്ള സഹായം കിട്ടിയാൽ, വഫുതിഹ അലൈന, നമുക്ക് വിജയം കിട്ടിയാൽ, നാടുകളൊക്കെ നമുക്ക് വേണ്ടി തുറക്കപ്പെട്ടാൽ അള്ളാഹുവിനോട് ഇസ്തിഗ്ഫാർ നടത്താൻ ഞങ്ങൾ കൽപ്പിക്കപ്പെട്ടിരിക്കുന്നു. വസകത ബഅദുഹും, ചിലരിങ്ങനെ ഈ അഭിപ്രായം പറഞ്ഞു, ചിലരെന്ത് ചെയ്തു? മിണ്ടാതിര, അവരൊന്നും പറഞ്ഞില്ല. ഫലം യഖുൽ ഷൈഅ, ചിലർ മിണ്ടാതിരുന്നൊന്നും പറഞ്ഞില്ല. ഫഖാല ലി,
അപ്പൊ ഈ അഭിപ്രായം കേട്ടപ്പോൾ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു എന്നോട് ചോദിച്ചു, അകദാലിക തഖൂലു യാ ഇബ്നു അബ്ബാസ്, അകദാലിക തഖൂലു യാ ഇബ്നു അബ്ബാസ്, ഈ സൂറത്തിനെ കുറിച്ച് ഇബ്നു അബ്ബാസ് താങ്കൾ എന്താണ് പറയുന്നത്, ഇങ്ങനെ തന്നെയാണോ പറയുന്നത് എന്ന് ചോദിച്ചു. ഫഖുൽതു, അപ്പൊ ഞാൻ പറഞ്ഞു, ഇബ്നു അബ്ബാസ് പറയാണ്, ഞാൻ പറഞ്ഞു ലാ, അല്ല ഞാൻ ഇങ്ങനെയല്ല പറഞ്ഞു. ഫഖാൽ, ഉമർ ചോദിക്കൂ, മാ തഖൂൽ, പിന്നെന്താണ് പറയുന്നത്? ഫഖുൽതു, അപ്പൊ ഞാൻ പറഞ്ഞു ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു നോക്കണം, ഇബ്നു അബ്ബാസിന്റെ ഫഹ്മ് നോക്കണം, ഇൽമ് നോക്കണം. ഞാൻ പറഞ്ഞു ഹുവ അജലു റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അഅലമഹു ലഹ്. ഈ സൂറത്ത് എന്തിനെ കുറിച്ചാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അജൽ, നബിയുടെ ആയുസിനെ കുറിച്ചാണ്. നബിയുടെ അവധി എത്തിയിരിക്കുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്ത് എടുത്തിരിക്കുന്നു എന്ന കാര്യം അള്ളാഹു അറിയിച്ചിട്ടുള്ളതാണ്. قال إذا جاء نصر الله والفتح فدل علامة أجلك. ഈ അള്ളാഹു ശത്രുക്കൾക്കെതിരെയുള്ള വിജയവും അള്ളാഹുവിന്റെ സഹായവും ഈ തുറവിയും അവിടെ ആദ്യം തന്നെ ഉദ്ദേശിക്കുന്നത് എന്താണ്? ഫത്ഹു മക്ക, മക്കം ഫത്ഹാൻ, മക്ക വിജയിക്കുക എന്നുള്ളതാണ്. അതിന്റെ പ്രാധാന്യം എന്തായിരുന്നു, അതോടുകൂടി എന്താണ് നടന്നത്, അതൊക്കെ ഇൻഷാ അല്ലാഹ് ഇതിൽ വരുന്നുണ്ട്. അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അത് നബിയെ അങ്ങയുടെ ആയുസെത്തി എന്നതിന്റെ ലക്ഷണമാണ്. അതുകൊണ്ട് നബി അവിടുത്തെ അജൽ അടുത്തു എന്നതുകൊണ്ട്, അവധി എത്തി എന്നുള്ളത് കൊണ്ട് എന്ത് ചെയ്യുക? തസ്ബീഹ് നടത്തുക, തഹ്മീദ് നടത്തുക, ഇസ്തിഗ്ഫാർ നടത്തുക, അള്ളാഹുവിനോട് ഇസ്തിഗ്ഫാർ നടത്തുക. കാരണം നല്ല അമലുകളൊക്കെ അവസാനിക്കുന്നത് ഇസ്തിഗ്ഫാർ കൊണ്ടാണ്. നമസ്കാരം, ഹജ്ജ് ഒക്കെ അവസാനിക്കുന്നത് ഇസ്തിഗ്ഫാർ. അതുകൊണ്ട് അവിടുത്തെ ജീവിതവും എന്തുകൊണ്ട് അവസാനിപ്പിക്കുക? ഇസ്തിഗ്ഫാർ കൊണ്ട് അവസാനിപ്പിക്കുക. അതാണ്. ഫഖാല ഉമർ ഇബ്നുൽ ഖത്താബ്, ഈ മറുപടി കേട്ടപ്പോൾ ഉമർ ഇബ്നുൽ ഖത്താബ് പറഞ്ഞു, ഇവരെല്ലാരും കേൾപ്പിച്ചുകൊണ്ട് പറഞ്ഞു, ലാ അഅലമു മിൻഹാ ഇല്ലാ മാ തഖൂൽ. ഓ ഇബ്നു അബ്ബാസ്, താങ്കൾ പറഞ്ഞതല്ലാതെ ഈ സൂറത്തിനെ കുറിച്ച് എനിക്കൊന്നും അറിയില്ല, അതാണ് ശരി എന്ന് പറയുകയുണ്ടായി. മനസ്സിലല്ലോ? അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അജൽ ഇവിടെ സൂചിപ്പിച്ചിരിക്കുന്നു. അപ്പൊ മറ്റേ സഹാബിമാര് പറഞ്ഞ അഭിപ്രായം തെറ്റാണോ? തെറ്റല്ല, അത് ശരിയാണ്, അത് ശരിയാണ്. പക്ഷെ ഇതിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അജൽ എന്ന പ്രധാനപ്പെട്ട കാര്യം ഇതിൽ ഉദ്ദേശിച്ചിരിക്കുന്നു, അത് ശ്രദ്ധിക്കണം. വറവ അഹ്മദ് അൻ ഇബ്നു അബ്ബാസ് ഖാൽ, അതുപോലെ ഇമാം അഹ്മദ് ഉദ്ധരിച്ചിരിക്കുന്നു ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു തന്നെ, അവിടുന്ന് പറഞ്ഞു, ലമ്മാ നസലത് ഇദാ ജാഅ നസ്റുല്ലാഹി വൽ ഫത്ഹ്, ഈ സൂറത്ത് അവതരിപ്പിക്കപ്പെട്ടപ്പോൾ ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നുഇയത് ഇലയ്യ നഫ്സി, എനിക്കെന്റെ മരണം അറിയിക്കപ്പെട്ടിരിക്കുന്നു. നഅയി നമ്മൾ അഹ്കാമുൽ ജനായിസ് എടുക്കും പറഞ്ഞില്ല, നഅയി മരണം അറിയിച്ചു കൊടുക്കുക. നുഇയത് ഇലയ്യ നഫ്സി, എനിക്കെന്റെ മരണം അറിയിക്കപ്പെട്ടിരിക്കുന്നു. സഹാബി പറയുന്നത് അന്നഹു മഖ്ബൂദുൻ ഫീ തിൽക സന, ആ വർഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്താകും എന്നാണ് ഇവിടെ ഉദ്ദേശിച്ചിട്ടുള്ളത്. ഇത് തന്നെയാണ് ആയിഷ ഫാത്തിമ റളിയല്ലാഹു അൻഹയിൽ നിന്നുള്ള ഒരു സംഭവം. ഇത് ഇബ്നു കസീർ മുഖ്തസറാക്കിയിട്ടുള്ളതാണ്, ഈ കിതാബിന്റെ കയ്യിലുള്ളത്, ഒന്ന് ചുരുക്കിയിട്ടുള്ളതാണ്. എന്നാൽ അദ്ദേഹത്തിന്റെ അസ്ലി കിതാബിൽ ഒരു സംഭവം കൂടി ഉദ്ധരിച്ചിട്ടുണ്ട്, അത് ഞാൻ വായിക്കാണ്. عن ابن عباس قال, ابن عباس തന്നെ പറയുന്നു, قال لما نزلت إذا جاء نصر الله والفتح دعا رسول الله صلى الله عليه وسلم فاطمة, ഈ സൂറത്ത് അവതരിപ്പിക്കപ്പെട്ടപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഫാത്തിമ റളിയല്ലാഹു അൻഹയെ വിളിച്ചു. എന്നിട്ട് പറഞ്ഞു, ഇന്നഹു ഖദ് നുഇയത് ഇലയ്യ നഫ്സി, എനിക്കെന്റെ വഫാത്ത് അറിയിക്കപ്പെട്ടിരിക്കുന്നു. ഫബകത്, ഫാത്തിമ കരഞ്ഞു. പിന്നെ ഫാത്തിമ സുമ്മ ദഹികത്, പിന്നെ ഫാത്തിമ ചിരിക്കുകയുണ്ടായി. ഫഖാലത്, എന്നിട്ട് അത് അതിനെക്കുറിച്ച് എന്താണ് നിങ്ങൾ ആദ്യം കരയും പിന്നെ ചിരിക്കുകയും ചെയ്തതെന്ന് ചോദിച്ചപ്പോ ഫാത്തിമ റളിയല്ലാഹു അൻഹ പറഞ്ഞു, അഖ്ബറനി അന്നഹു നുഇയത് ഇലൈഹി നഫ്സുഹു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നോട് പറഞ്ഞു എന്റെ വഫാത്ത് അറിയിക്കപ്പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞപ്പോ ഞാൻ കരഞ്ഞു. എന്നിട്ട് സുമ്മ ഖാൽ, ഇപ്പൊ ഞാൻ കരഞ്ഞപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നോട് വീണ്ടും പറഞ്ഞു, ഇസ്ബിരി, മോളെ നീ ക്ഷമിക്കുക, ഫഇന്നകി അവ്വലു അഹ്ലി ലിഖാഅൻ ബി, എനിക്ക് ശേഷം എന്റെ കുടുംബത്തിൽ നിന്ന് എന്നെ ആദ്യമായി കണ്ടുമുട്ടുന്നത് മോളെ ഫാത്തിമ നീയാണ്. ഫളഹിഖ്തു, അപ്പൊ ഞാൻ ചിരിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്തിന് ശേഷം വളരെ കുറച്ച് നാളുകൾ, ദിവസങ്ങൾ മാത്രമേ ആര് ജീവിച്ചിട്ടുള്ളൂ? ഫാത്തിമ
റളിയല്ലാഹു അൻഹാ, അലി ഇബ്നു അബീ ത്വാലിബിന്റെ ഭാര്യയായ ഹസൻ ഹുസൈൻ എന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രിയപ്പെട്ട പേരമക്കൾ, സ്വർഗത്തിലെ യുവാക്കളുടെ നേതാക്കന്മാരാണെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ള ഹസൻ ഹുസൈൻ, അവരുടെ ഉമ്മ ഫാത്തിമ റളിയല്ലാഹു അവർക്ക് സ്വർഗമുണ്ടെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സന്തോഷ വാർത്ത അറിയിച്ചിട്ടുള്ളതാണ്. ആ ഫാത്തിമ അവർ റളിയല്ലാഹു അൻഹ അവർ ഈ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്തിന് ശേഷം കുറച്ചു കാലം മാത്രമേ ജീവിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ഈ സംഭവവും ഈ സൂറത്തിന്റെ അവതരണവുമായി ബന്ധപ്പെട്ട് പണ്ഡിതന്മാർ ഉദ്ധരിച്ചിരിക്കുന്നു. ഇനി ഈ സൂറത്തിൽ നമ്മൾ സാധാരണ ചെയ്യുന്നത് പോലെ ഇമാം അബ്ദുറഹ്മാൻ ബിൻ നാസിർ സഅദി റഹിമഹുല്ലാ അദ്ദേഹത്തിന്റെ തഫ്സീറിൽ വായിക്കാം, ശേഷം ഇബ്നു കസീറിലേക്ക് തിരിച്ചു വരാം. في هذه سورة الكريمة سعد പറയുകയാണ് في هذه سورة الكريمة بشارة وأمر لرسوله عند حصولها وإشارة وتنبيه على ما يترتب على ذلك. فالبشارة هي البشارة بنصر الله لرسوله وفتحه مكة. ഈ സൂറത്തിലുണ്ട് ബിഷാറ. എന്താ ബിഷാറ? സന്തോഷ വാർത്തയുണ്ട്, സന്തോഷ വർത്തമാനം അള്ളാഹു അറിയിക്കുകയാണ്. വ അംറുൻ, കൽപ്പനയുമുണ്ട്. സന്തോഷം മാത്രമല്ല, കൽപ്പനയുമുണ്ട്. ലി റസൂലിഹി, അവിടുത്തെ അള്ളാഹുവിന്റെ പ്രവാചകന് ഐന്ദ ഹുസൂലിഹ, അള്ളാഹുവിന്റെ ഈ സന്തോഷ വാർത്ത എന്തിനെ കുറിച്ചാണ് അറിയിക്കുന്നത്, കിട്ടിയാൽ എന്ത് ചെയ്യണമെന്ന കൽപ്പനയുമുണ്ട്. വ ഇശാറത്തുൻ വ തൻബീഹുൻ അലാ മാ യതറത്തബു അലാ ദാലിക്, എന്ത് സംഭവിക്കും എന്നതിലേക്കുള്ള സൂചനയും അറിയിപ്പുമുണ്ട്. ഫൽ ബിശാറത്തു ഹിയൽ ബിശാറത്തു ബിനസ്രില്ലാഹി ലിറസൂലിഹി. സന്തോഷ വാർത്ത എന്ന് പറഞ്ഞത് എന്തിനെ കുറിച്ചാണ്? നസ്റുല്ലാഹ്, അള്ളാഹുവിന്റെ സഹായം. അള്ളാഹുവിന്റെ സഹായം എന്ന് പറഞ്ഞാൽ ശത്രുക്കൾക്കെതിരുള്ള സഹായം, അതാണ് ആദ്യമായി ഉദ്ദേശിക്കുന്നത്. അള്ളാഹുവിന്റെ സഹായം എന്ന് പറഞ്ഞാൽ ശത്രുക്കൾക്കെതിരുള്ള സഹായമാണ്. ഫത്ഹു മക്കയോടുകൂടി അത് ഇവരുടെ ശല്യം, അതുവരെ ഉണ്ടായിരുന്ന വലിയ ശല്യം, മുശ്രിക്കുകളുടെ ശല്യം തീരുകയുണ്ടായി. ജനങ്ങളെല്ലാവരും കൂട്ടമായി ഇസ്ലാമിലേക്ക് വരികയുണ്ടായി. അതിന് കാരണമുണ്ട്, അതിന് വലിയ കാരണമുണ്ട്, അത് പറയാം ഇൻഷാ അല്ലാഹ്. ഫൽബിശാറത്തു ബിനസ്രില്ലാഹി ലിറസൂലിഹി വഫത്ഹിഹി മക്ക. ഫത്ഹ് എന്ന് പറഞ്ഞത് എന്താണ്? ഫത്ഹു മക്ക, മക്ക ജയിച്ചിറക്കി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഏത് നാട്ടിൽ നിന്നാണോ പുറത്താക്കപ്പെട്ടത്, ഏത് നാടാണോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മനോവിഷമത്തോടുകൂടെ വിട്ടുപോയത്, അല്ല ഹിജറ പോകുമ്പോ എന്താ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയെ നോക്കി പറഞ്ഞില്ലേ, വല്ലാഹി അഅലമു ഇന്നക ലഖൈറു അർദില്ലാഹ്, അള്ളാഹുവാണ് എനിക്കറിയാം, ഓ മക്ക നീ അള്ളാഹുവിന്റെ നാടുകളിൽ ഏറ്റവും നല്ല നാടാണ്. നിന്റെ നാട്ടുകാരനെ പുറത്താക്കിയില്ലായിരുന്നെങ്കിൽ ഞാൻ ഒരിക്കലും നിന്നെ വിട്ടുപോകുമായിരുന്നില്ല. ഇപ്പൊ സന്തോഷത്തോടെ പോകുന്നതല്ല, പിന്നെയോ വിഷമത്തോടു കൂടി, എന്നാൽ അള്ളാഹുവിന്റെ കൽപ്പന അനുസരിച്ചുകൊണ്ട് പോവുകയാണ്. മനസ്സിലായല്ലോ? അതാണ് ഹിജ്റ എന്ന് പറഞ്ഞാൽ. അതുപോലെ സന്തോഷ വാർത്ത മറ്റൊരു കാര്യത്തിനും കൂടിയാണ്, അള്ളാഹുവിന്റെ നസ്ർ, ഫത്ഹ്, അതുപോലെ ജനങ്ങൾ ഫൗജിന്റെ ബഹുവചനമാണ് അഫ്വാജ്, കൂട്ടമായി അള്ളാഹുവിന്റെ ദീനിൽ പ്രവേശിക്കുക എന്ന സന്തോഷ വാർത്തയും. بحيث يكون كثير منهم من أهله وأنصاره بعد أن كانوا من أعدائه. ഈ ആളുകളൊക്കെ ഈ ദീനിന്റെ ശത്രുക്കളായിരുന്നതിന് ശേഷം അവരൊക്കെ ആ ദീനിന്റെ ആളുകളായി, ദീനിന്റെ സഹായികളായി കൂട്ടമായി ഇസ്ലാമിലേക്ക് പ്രവേശിച്ചു. അതിനെ കുറിച്ചാണ് സന്തോഷ വാർത്ത. വലിയ ശത്രുക്കളൊക്കെ ഇസ്ലാമിന്റെ സഹായികളായി മാറിയില്ലേ? ഒരുപാട് ആളുകളുണ്ട് അങ്ങനെ പേരെടുത്ത് പറയാൻ പറ്റിയ ആളുകൾ. ഈ സന്തോഷ വാർത്ത അറിയിക്കപ്പെട്ട കാര്യം സംഭവിക്കുകയുണ്ടായി, അള്ളാഹു പറഞ്ഞതുപോലെ. എന്നാൽ കൽപ്പന എന്താണ്? ഈ നസ്റിനും സഹായത്തിനും ഫത്ഹിനും ശേഷം ഉള്ള കൽപ്പന എന്താണ്? എന്താണ് കൽപ്പന? അള്ളാഹുവിന് ശുക്ർ ചെയ്യാൻ. ഈ സഹായവും ഈ വിജയവുമൊക്കെ വന്നെത്തിയാൽ, ആളുകൾ ദീനിൽ പ്രവേശിക്കുന്നത് കണ്ടാൽ, എന്താണ് അള്ളാഹുവിന് ശുക്ർ എന്ന് പറഞ്ഞാൽ? തസ്ബീഹ് നടത്തുക, ഹംദ് പറയുക, ഇസ്തിഗ്ഫാർ നടത്തുക. ഫാത്തിഹ സൂറത്തിന്റെ തഫ്സീർ പറയുമ്പോൾ നമ്മൾ പറഞ്ഞില്ലേ, കിട്ടിയ അനുഗ്രഹത്തെക്കാളും വലിയ അനുഗ്രഹമാണ് എന്ത്? ഏത്?
ഹംദ് പറയാനുള്ള തൗഫീഖ്, അൽഹംദുലില്ലാഹ് എന്ന് പറയാനുള്ള തൗഫീഖാണ് കിട്ടിയ അനുഗ്രഹത്തെക്കാളും മഹത്തരം. വഅമ്മൽ ഇഷാറ, സൂചന എന്ന് പറഞ്ഞാൽ ഈ സൂറത്തിലുള്ള സൂചന എന്താണ്? ഫഇന്ന ഫീ ദാലിക ഇഷാറതൈൻ, രണ്ട് സൂചനകളുണ്ട്. ഇഷാറത്തുൻ ലിഅൻ യസ്തമിറ അൻ-നസ്റ ലിഹാദ അദ്ദീൻ വയസ്ദാദ ഇൻദ ഹുസൂലി തസ്ബീഹ് ബിഹംദില്ലാഹി വഇസ്തിഗ്ഫാരിഹി മിർ റസൂലിഹി. ഒരു സൂചന എന്താണ്? ഈ അള്ളാഹുവിന്റെ സഹായവും അള്ളാഹുവിന്റെ വിജയവും അത് തുടർന്നുകൊണ്ടേയിരിക്കും. എന്ത് ചെയ്താൽ? തസ്ബീഹ് ചെയ്താൽ, തഹ്മീദ് ചെയ്താൽ, ഇസ്തിഗ്ഫാർ നടത്തിയാൽ അള്ളാഹുവിന്റെ സഹായവും വിജയവും തുടർന്നുകൊണ്ടേയിരിക്കും, അത് മുറിഞ്ഞു പോവുകയില്ല. ഫഇന്ന ഹാദാ മിന ശുക്ർ, അത് ശുക്രിൽ നിന്നുള്ളതാണ്. വല്ലാഹു യഖൂൽ ലഇൻ ശകർതും ലഅസീദന്നകും, കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുണ്ട് വഇസ്തഅസ്സന റബ്ബുകും ലഇൻ ശകർതും ലഅസീദന്നകും. സൂറത്ത് ഇബ്രാഹിമിൽ നിങ്ങൾ അല്ലാഹു പ്രഖ്യാപിച്ചിരിക്കുന്നു, നിങ്ങൾ ശുക്ർ കാണിച്ചാൽ അല്ലാഹു വർദ്ധിപ്പിച്ചു തരും. ഇസ്തിഗ്ഫാർ നടത്തിയാൽ അല്ലാഹു അനുഗ്രഹങ്ങൾ വർദ്ധിപ്പിച്ചു തരും. നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞെന്താ? فقلت استغفروا ربكم إنه كان غفارا يرسل السماء عليكم مدرارا ويمددكم بأموال وبنين ويجعل لكم جنات ويجعل لكم أنهارا. അവിടെ എല്ലാത്തിനും സുക്കൂൻ ചെയ്ത് പറഞ്ഞു നോക്കൂ നിങ്ങൾ. ഫഖുൽതു, ഞാൻ പറഞ്ഞു അവരോട്, നൂഹ് നബി പറയുകയാണ്, ഇസ്തഗ്ഫിറു റബ്ബക്കും, നിങ്ങൾ നിങ്ങളുടെ റബ്ബിനോട് ഇസ്തിഗ്ഫാർ നടത്തു. ഇന്നഹു കാന ഗഫാറ, അല്ലാഹു ധാരാളമായി പൊറുക്കുന്നവനാണ്. എങ്കിൽ യുർസിലു സമാ എന്നല്ല പറഞ്ഞത്, പിന്നെ യുർസിൽ അസ്സമാ. അതെന്താ? അതിന്റെ ജവാബാണത്. ഇസ്തിഗ്ഫാർ നടത്തിയാൽ തരൂ എന്നാണ് പറഞ്ഞത്. എന്താണ് യുർസിലു എന്ന് പറയാതെ യുർസിൽ, അവിടെ ജസ്മ ചെയ്തിട്ട് നമ്മൾ കൂട്ടി ഓതുമ്പോൾ യുർസിൽ ഇസ്സമാ എന്ന് പറയും. എന്ന് പറഞ്ഞാൽ ഇത് ചെയ്താൽ കിട്ടുന്നതാണ്. യുർസിൽ ഇസ്സമാ അലൈക്കും മിദ്റാറ, അല്ലാഹു നിങ്ങൾക്ക് സമൃദ്ധമായി ആകാശത്ത് നിന്ന് മഴ വർഷിപ്പിച്ചു തരും. അതുകൊണ്ടല്ലേ സലാത്തുൽ ഇസ്തിസ്ഖായിൽ ഏറ്റവും കൂടുതലുള്ളത് എന്താ? ഇസ്തിഗ്ഫാർ. ഇസ്തിഗ്ഫാർ. സലാത്തുൽ ഇസ്തിസ്ഖായിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ തട്ടം തിരിച്ചിടാറുണ്ടായിരുന്നു. എന്താണത്? അല്ലാഹു ഇതാ, പല പണ്ഡിതന്മാരും അതിന് വിശദീകരണം പറഞ്ഞിട്ടുള്ളത്, അല്ലാഹു ഒരുപാട് ദുനൂബ് ഞങ്ങൾക്ക് പറ്റിപ്പോയി, അബദ്ധങ്ങൾ, അതിൽ നിന്ന് മാറി ഇതാ ഇസ്തിഗ്ഫാറിലേക്ക് ഞങ്ങൾ ഇതാ തിരിഞ്ഞു വന്നിരിക്കുന്നു. അതുപോലെ ഒരു ശുഭലക്ഷണം, ഇത് മാറ്റി, ഈ വരൾച്ച മാറ്റി മഴ കൊണ്ടിട്ട എന്താണ് അതിന്റെ ഉദ്ദേശമെന്ന് പല ഉലമാക്കളും വിശദീകരിച്ചിട്ടുണ്ട്. രിദാ മാറ്റിയിടാന്നുള്ള ഒരു കർമ്മമുണ്ട് ഏതിൽ? സലാത്തുൽ ഇസ്തിസ്ഖാ. അത് വേണമെന്നാണ്, അങ്ങനെ ചെയ്യണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സുന്നത്താണ് രിദാ തിരിച്ചിടുക. തട്ടം, തലയിലിട്ട തൊപ്പിയോ തട്ടമോ എന്താണെന്ന് വെച്ചാൽ തിരിച്ചിടുക. സലാത്തുൽ ഇസ്തിസ്ഖായിൽ ഏറ്റവും കൂടുതലുള്ളത് ഇസ്തിഗ്ഫാറാണ്. അള്ളാഹുവിനോട് ഇസ്തിഗ്ഫാർ നടത്തിക്കൊണ്ടേയിരിക്കുക. എങ്കിൽ യുർസിലു സമാ അലൈക്കും മിദ്റാറ. മാത്രമല്ല വയുംദിദുക്കും, അള്ളാഹു നിങ്ങളെ ശക്തിപ്പെടുത്തും, സഹായിക്കും. ബി അംവാലിൻ വബനീൻ, സമ്പത്ത് തന്നിട്ടും മക്കളെ തന്നിട്ടും. വയജഅൽ ലക്കും ജന്നാത്തിൻ വയജഅൽ ലക്കും അൻഹാറ, അരുവികളും തോട്ടങ്ങളും അള്ളാഹു നിങ്ങൾക്ക് തരും ഇസ്തിഗ്ഫാർ നടത്തിയാൽ. അള്ളാഹു എന്തൊക്കെ ശ്രേഷ്ഠതകളുണ്ട് അല്ലേ? പരിശുദ്ധ ഖുർആനിൽ അള്ളാഹു പറഞ്ഞു, നാം അവരെ ശിക്ഷിക്കുകയില്ല. വഅൻത ഫീഹിം, നീ അവരിൽ ഉണ്ടായിരിക്കുക. അതുപോലെ നാം അവരെ ശിക്ഷിക്കുകയില്ല. വഹും യസ്തഗ്ഫിറൂൻ, അവർ ഇസ്തിഗ്ഫാർ നടത്തിക്കൊണ്ടിരിക്കെ. ഉലമാക്കൾ പറഞ്ഞു, അള്ളാഹു നമ്മളെ ശിക്ഷിക്കുകയില്ല, പക്ഷേ ശിക്ഷിക്കാതിരിക്കണമെങ്കിൽ രണ്ട് കാര്യം പറഞ്ഞു. അതിലൊന്ന് എന്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങളിൽ ഉണ്ടായിരിക്കെ, അതിപ്പോ ഇല്ല. അപ്പൊ ഒന്ന് നമുക്ക് നഷ്ടപ്പെട്ടു. ഇനി എന്തേ ഉള്ളൂ? ഇസ്തിഗ്ഫാർ മാത്രമേ ഉള്ളൂ. അതാണ് ഇസ്തിഗ്ഫാറിന്റെ ശ്രേഷ്ഠത. അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹങ്ങൾ വർദ്ധിപ്പിച്ചു തരും, വീണ്ടും വീണ്ടും തരും, പറഞ്ഞുകൊണ്ടേയിരിക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ, യാ അയ്യുഹന്നാസ് തൂബു ഇലല്ലാഹ് വസ്തഗ്ഫിറൂഹു ഫഇന്നി അതൂബു ഫിൽ യൗമി ഇലൈഹി 100 മറ. ജനങ്ങളെ, നിങ്ങൾ അല്ലാഹുവിനോട് തൗബ ചെയ്യുക, ഇസ്തിഗ്ഫാർ നടത്തുക. ഞാൻ ഒരു ദിവസം 100 തവണ അല്ലാഹുവിനോട് ഖേദിച്ചു മടങ്ങുന്നു. സഹാബിമാര് പറയുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ സദസ്സിലിരുന്നാൽ ഞങ്ങൾ എണ്ണാറുണ്ടായിരുന്നു. ഒരു ദിവസമല്ല, ഒരു സദസ്സിലിരുന്നാൽ ഞങ്ങൾ എണ്ണാറുണ്ടായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്, റബ്ബിഗ്ഫിർലി വതുബ് അലയ്യ ഇന്നക അൻതൽ ഗഫൂറുർ റഹീം, അല്ലെങ്കിൽ റബ്ബിഗ്ഫിർലി വതുബ് അലയ്യ ഇന്നക അൻത തവ്വാബുർ റഹീം. 70 തവണ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു സദസ്സിലിരുന്നാൽ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. സംസാരത്തിനിടയിൽ റസൂലുള്ളാഹ് പറഞ്ഞുകൊണ്ടേയിരിക്കും, ഇടയ്ക്കിടെ പറയും. ഇത് ഞങ്ങൾ എണ്ണാറുണ്ടായിരുന്നു എന്നാണ്. അത്രയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇസ്തിഗ്ഫാർ നടത്താറുണ്ടായിരുന്നു എന്നാണ്. സുബ്ഹാനല്ലാഹ്. അതാണ് ഇസ്തിഗ്ഫാറിന്റെ ശ്രേഷ്ഠത എന്ന് പറഞ്ഞാൽ.
ലം യസൽ നസ്റുല്ലാഹി മുസ്തമിറൻ. അതെ, ഈ فإن هذا من الشكر والله يقول إن شكرتم لأزيدنكم وقد وجد ذلك في زمن الخلفاء الراشدين. മാത്രമല്ല അള്ളാഹുവിന്റെ ഈ സഹായവും വിജയവും വന്നുകൊണ്ടേയിരിക്കുന്നത്, ഒരുപാട് സഹായം കിട്ടിയത് നമ്മൾ കണ്ടു. ആരുടെ കാലത്തും? നാല് ഖലീഫമാരുടെ കാലത്തും വബഅദഹും ഫി ഹാദിഹിൽ ഉമ്മ. മാത്രമല്ല അവർക്ക് ശേഷവും ലം യസൽ നസ്റുല്ലാഹി മുസ്തമിറ, അള്ളാഹുവിന്റെ സഹായം തുടർന്നുകൊണ്ടേയിരുന്നത് നമ്മൾ കണ്ടു. അതിന് മുസ്ലിം ഉമ്മത്തിന്റെ ചരിത്രം പഠിക്കണം. സഹാബത്തിന്റെ ചരിത്രം, ഉമർ റളിയല്ലാഹുവിന്റെ കാലത്ത്, ഉസ്മാൻ ഇബ്നു അഫ്ഫാന്റെ കാലത്ത്, അതുപോലെ പിന്നീട് വന്ന അമവിയാക്കളുടെ കാലത്ത്, അബ്ബാസികളുടെ കാലത്തൊക്കെ ഇസ്ലാം എവിടെയൊക്കെ എത്തി. സുബ്ഹാനല്ലാഹ്, ചരിത്രം പഠിച്ചാൽ നമ്മൾ അത്ഭുതപ്പെട്ടു. ലോകത്തിന്റെ വലിയൊരു ഭാഗം മുസ്ലിങ്ങളുടെ കയ്യിലായി. അള്ളാഹുവിന്റെ സഹായം തുടർന്നുകൊണ്ടേയിരുന്നു. حتى وصل الإسلام إلى ما لم يصل إليه دين من الأديان. ഷെയ്ഖ് പറയുകയാണ്, എത്രത്തോളം ഒരു ദീനും എത്താത്ത അത്രയും വിജയങ്ങൾ ഇസ്ലാമിനുണ്ടായി. വളരെ ചുരുങ്ങിയ കാലം കൊണ്ടാണിത്. ശ്രദ്ധിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വന്നു, അബൂബക്കർ സിദ്ദീഖ്, ഉമർ, എത്ര കാലത്തിന്റെ വ്യത്യാസമാണുള്ളത്? വളരെ ചുരുങ്ങിയ കാലം. ഒരു ദീനും എത്താത്ത അത്രയും വലിയ വിജയങ്ങൾ ഇസ്ലാമിന് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുകയുണ്ടായി. വദഖല ഫീഹി മാ ലം യദ്ഖുൽ ഫീ ഗൈരിഹി. ഇസ്ലാമിൽ ഈ ജനങ്ങൾ പ്രവേശിച്ച് വേറൊരു ദീനിലും പ്രവേശിക്കാത്തത്ര ആളുകൾ ഇസ്ലാമിലേക്ക് പ്രവേശിക്കുകയുണ്ടായി. ഹത്താ ഹദസ മിനൽ ഉമ്മത്തി മിൻ മുഖാലഫതി അംരില്ലാഹി മാ ഹദസ്. ഏതുവരേക്കും ഈ ഉമ്മത്തിൽ നിന്ന് അള്ളാഹുവിന്റെ കൽപ്പനക്ക് വിരുദ്ധമായുള്ള പ്രവർത്തനങ്ങൾ സംഭവിക്കുന്നതുവരേക്കും. فابتلاهم الله بتفرق الكلمة وتشتت الأمر. അങ്ങനെ ഉണ്ടായപ്പോൾ അള്ളാഹു അവരെ പരീക്ഷിച്ചു. ബിതഫറുഖിൽ കലിമ, അവരുടെ വാക്ക് വിഭിന്നമായി പോയി, അവരുടെ അഭിപ്രായങ്ങൾ വ്യത്യാസപ്പെട്ടു പോയി, അവർക്കിടയിൽ ഭിന്നതകൾ വന്നു, അവരുടെ കാര്യങ്ങൾ വേറെ വേറെയായി, അവർ ഛിന്ന ഭിന്നമായി. അള്ളാഹു ആ തഫറുഖ് മുഖേന അവരെ പരീക്ഷിച്ചു, ഈ ഉമ്മത്തിനെ പരീക്ഷിച്ചു. ഫഹസല മാ ഹസൽ, അങ്ങനെ സംഭവിക്കേണ്ടതൊക്കെ സംഭവിച്ചു. ومع هذا فلهذه الأمة وهذا الدين من رحمة الله ولطفه ما لا يخطر بالبال أو يدور في الخيال. പക്ഷെ അതോടൊപ്പം തന്നെ ഇതൊക്കെ ഉണ്ടായിട്ടും ഈ ഉമ്മത്തിന് അള്ളാഹുവിന്റെ റഹ്മത്തും അവന്റെ കാരുണ്യവും അത് നമുക്ക് കാണാൻ തന്നെ സാധിക്കും. അള്ളാഹുവിന്റെ റഹ്മത്തും അവന്റെ കാരുണ്യവും എന്നിട്ടും ഈ ഉമ്മത്തിന് ഉണ്ട്. വഅമ്മൽ ഇശാറത്തു സ്താനി, ഇതാണ് ഒന്നാമത്തെ ഇഷാറ. ഈ സൂറത്തിലുള്ള സൂചന ഇതാണ്. അള്ളാഹുവിന്റെ ദീൻ മുറുകെ പിടിച്ച് തസ്ബീഹും തഹ്മീദും ഇസ്തിഗ്ഫാറിലൊക്കെ നടത്തിയാൽ അള്ളാഹുവിന്റെ സഹായം ഉണ്ടാകും. അത് ഈ ഉമ്മത്തിൽ കണ്ടതാണ്. ഈ ഉമ്മത്തിന്റെ ചരിത്രം പഠിച്ചാൽ നമുക്കത് മനസ്സിലാകും. അത് നഷ്ടപ്പെട്ടത് എങ്ങനെയെന്നും മനസ്സിലാകും. രണ്ടാമത്തെ സൂചന, അമ്മൽ ഇശാറത്തു സാനിയ ഫഹിയൽ ഇശാറത്തു ഇലാ അന്ന അജല റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖദ് ഖറബ വദന. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അവധി, റസൂലുള്ളാഹിന്റെ ആയുസ് അവസാനിക്കാറായി, നബിയുടെ വഫാത്ത് അടുത്തു എന്ന സൂചനയാണ്. ووجه ذلك أن عمره عمر فاضل أقسم الله به. റസൂലുള്ളാഹിന്റെ ഉംറ എന്ന് പറഞ്ഞാൽ സാധാരണക്കാരുടെ ഉംറ പോലെയല്ല. നബിയുടെ ഉംറ എന്ന് പറഞ്ഞാൽ അള്ളാഹു സത്യം ചെയ്തു പറഞ്ഞിട്ടുണ്ട്. നബിയുടെ ഉംറ, നിന്റെ ഉംറാണ് സത്യം എന്ന് അള്ളാഹു സത്യം ചെയ്തു പറഞ്ഞ ഉംറാണത്. അത് വളരെ ശ്രേഷ്ഠകരമായ ഉംറാണ്. വളരെ ബറക്കത്തുള്ള ഉംറാണ് നബിയുടെ ആയുസ് എന്ന് പറഞ്ഞാൽ, അല്ലെ? 23 കൊല്ലത്തിനിടയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഹദീസ്, നബിയുടെ ഹദീസ്, ഈ ഉമ്മത്തിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുള്ള കാര്യങ്ങൾ. നബി 23 കൊല്ലം തന്നെ ആണോ ജീവിച്ചത്? ഒരുപാട് വർഷം ജീവിച്ചത് പോലെ ഉണ്ടല്ലോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസുകൾ പഠിക്കാൻ ഇറങ്ങി നമുക്ക് അങ്ങനെ തോന്നും. അങ്ങനെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉപദേശങ്ങൾ. വഖദ് അഹിദ അന്നൽ ഉമൂറൽ ഫാദില തുഖ്തമു ബിൽ ഇസ്തിഗ്ഫാർ. അവ ഇത്രയും ശ്രേഷ്ഠകരമായ ഈ കാര്യം അത് അവസാനിക്കേണ്ടത് എന്തുകൊണ്ടാണ്? ഇസ്തിഗ്ഫാർ കൊണ്ടാണ്. ഏതുപോലെ? ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നല്ല കാര്യങ്ങളൊക്കെ അവസാനിക്കുന്നത് ഇസ്തിഗ്ഫാർ കൊണ്ടാണ്. വലിയ വലിയ നല്ല നല്ല കാര്യങ്ങൾ അവസാനിക്കേണ്ടത് ഇസ്തിഗ്ഫാർ കൊണ്ടാണ്. കസ്സലാത്തി വൽ ഹജ്ജ് വഗൈരി ദാലിക്. ഏതൊക്കെ പോലെ? നമസ്കാരം പോലെ, ഹജ്ജ് പോലെ. فأمر الله لرسوله بالحمد والاستغفار في هذه الحال.
ഇതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അല്ലാഹു ഹംദും ഇസ്തിഗ്ഫാറും ഒക്കെ കൽപ്പിച്ചതിന്റെ അവസ്ഥ ഇങ്ങനെയാണ്. ഇശാറത്തുൻ ഇലാ അന്ന അജലഹു ഖദ് ഇൻതഹാ, നബിയുടെ അജൽ അവസാനിച്ചു എന്നതാണ് സൂചന. ഫലിയസ്തഇദ് വയതഹയ്യ ലിലിഖാഇ റബ്ബിഹി, അതുകൊണ്ട് റസൂലുള്ളാഹി ഒരുങ്ങട്ടെ, തസ്ബീഹും തഹ്മീദും ഇസ്തിഗ്ഫാറൊക്കെ കൊണ്ട് അള്ളാഹുവിനെ കണ്ടുമുട്ടാൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരുങ്ങട്ടെ. ويختم عمره بأفضل ما يجده صلوات الله وسلامه عليه, ഏറ്റവും നല്ല അവസ്ഥയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിനെ കണ്ടുമുട്ടട്ടെ, അതിനുവേണ്ടിയാണിത്. فكان صلى الله عليه وسلم يتأول القرآن, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പരിശുദ്ധ ഖുർആനിലെ അള്ളാഹുവിന്റെ ഈ കൽപ്പന നടപ്പിലാക്കിയിരുന്നു. എങ്ങനെയാണ്? ويقول ذلك في صلاته يكثر أن يقول في ركوعه وسجوده سبحانك اللهم ربنا وبحمدك اللهم اغفر لي. ഇതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം റുകൂഇലും സുജൂദിലും ഈ സൂറത്ത് ഇറങ്ങിയതിനു ശേഷമാണ് എന്ത് പ്രാർത്ഥിക്കാൻ തുടങ്ങിയത്? സുബ്ഹാനക അല്ലാഹുമ്മ റബ്ബന വബിഹംദിക അല്ലാഹുമ്മ ഇഗ്ഫിർ ലി. അതാണ് സുബ്ഹാനക അല്ലാഹുമ്മ റബ്ബന, ഞങ്ങളുടെ റബ്ബായ അല്ലാഹുവേ, സുബ്ഹാനക നീ എത്ര പരിശുദ്ധനാണ്, വബിഹംദിക നിനക്ക് ഹംദ് ചെയ്യുന്നതോടൊപ്പം അല്ലാഹുമ്മ ഇഗ്ഫിർ ലി, അല്ലാഹുവേ നീ എനിക്ക് പൊറുത്തം. ഇസ്തിഗ്ഫാറും തഹ്മീദും തസ്ബീഹും വന്നല്ലോ. ഇതാണ് ഇമാം സഅദി റഹിമഹുല്ലാ ഈ സൂറത്തിന് നൽകിയിട്ടുള്ള തഫ്സീർ. ഞാൻ വേഗത്തിൽ വായിച്ചു പോയതാണ്, ഇത് ഇങ്ങനെ വായിക്കണ്ടല്ല. സഅദിന്റെ തഫ്സീർ ഓരോ വാക്കും പ്രത്യേകം പ്രത്യേകം പറയാനുള്ളതാണ്. അതുപോലെ തന്നെ ഇനി ഇബ്നു കസീറിന് വായിക്കാം. അനി ഇബ്നു അബ്ബാസ് ഖാൽ, ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ബൈനമാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫിൽ മദീന, റസൂലുള്ള മദീനയിലായിരിക്കെ ഇദ് ഖാൽ, റസൂലുള്ള പറഞ്ഞു, അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ ജാഅ നസ്റുല്ലാഹി വൽ ഫത്ഹ്. എന്താണ് പറഞ്ഞത്? അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ ജാഅ നസ്റുല്ലാഹി വൽ ഫത്ഹ് ജാഅ അഹ്ലുൽ യമൻ, ജാഅ അഹ്ലുൽ യമൻ. റസൂലുള്ള പറഞ്ഞു അല്ലാഹു അക്ബർ ജാഅ നസ്റുല്ലാഹി വൽ ഫത്ഹ് ജാഅ അഹ്ലുൽ യമൻ, അള്ളാഹുവിന്റെ സഹായവും വിജയവും വന്നിരിക്കുന്നു, അല്ലാഹു അക്ബർ, യമൻകാർ വന്നിരിക്കുന്നു, യമനിലെ ആളുകൾ വന്നിരിക്കുന്നു. അതായത് അവർ മുസ്ലിമായി വന്നതിനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രത്യേകം എടുത്തു പറഞ്ഞു. ഈ ഫത്ഹ് മക്കയോടുകൂടി അറബികളെല്ലാവരും, അറബികൾ ഗോത്രങ്ങളെല്ലാവരും മുസ്ലിങ്ങളായി വന്നു. ആ കൂട്ടത്തിൽ ആര് വന്നു? യമനിലെ ആളുകൾ വന്നപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രത്യേകം എടുത്തു പറഞ്ഞു. ഖീല, അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയപ്പെട്ടു, യാ റസൂലല്ലാഹ് വമാ അഹ്ലുൽ യമൻ, എന്താ യമൻകാർ വന്നാൽ ഇത്ര പ്രത്യേകത? ഖാൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഖൗമുൻ റഖീഖത്തുൻ ഖുലൂബുഹും, നല്ല നൈർമല്യമുള്ള ഹൃദയത്തിന്റെ ആളുകളാണ് അവർ. ലയ്യനത്തുൻ തിബാഉഹും, നല്ല സൗമ്യമായ പെരുമാറ്റമുള്ള ആളുകളാണ് അവർ. അൽ ഈമാനു ബി യമാനിൻ വൽ ഫിഖ്ഹു യമാനിൻ വൽ ഹിക്മതു യമാനിയ്യ, ഈമാൻ യമനിയാണ്, ഈമാൻ യമനിയാണ്. ഫിഖ്, ഫിഖ് എന്ന് പറഞ്ഞാലോ അഗാധമായ വിജ്ഞാനം, അഗാധമായ ഇൽമ്, അത് യമനിയാണ്. വൽ ഹിക്മതു യമാനിയ, ഹിക്മത്ത് പറഞ്ഞാൽ നല്ല യുക്തി, അതും എന്താണ്? യമനിയാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, ഇതൊക്കെ യമൻകാരുടെ സ്വഭാവമാണെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രത്യേകം എടുത്തു പറയാം. അങ്ങനെ ചില നാട്ടുകാർക്ക് ചില സ്വഭാവം ഉണ്ടാവും, അത് സ്വാഭാവികമാണ്. ഗ്രാമീണരായ അറബികളുടെ സ്വഭാവം പോലെയല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അടുത്ത് ജീവിച്ച ആളുകൾ. അത് ചില നാടുകൾക്ക് ചില സ്വഭാവം ഉണ്ടാവും എന്നുള്ളത് പൊതുവെ ആളുകൾക്ക് അറിയാവുന്ന കാര്യം തന്നെ. ഇത് ഈ സൂറത്തിന്റെ തഫ്സീറിൽ പണ്ഡിതന്മാർ ഉദ്ധരിച്ചിട്ടുള്ള ഹദീസാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് പറഞ്ഞു? ജാഅ നസ്റുല്ലാഹി വൽ ഫത്ഹ്, ആളുകൾ ഇസ്ലാമിലേക്ക് വന്നപ്പോൾ, പ്രത്യേകിച്ച് യമനുകാർ വന്നപ്പോൾ. ഇത് നോക്കി, ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, ലമ്മാ നസലത് ഇദാ ജാഅ നസ്റുല്ലാഹി വൽ ഫത്ഹ് حتى ختم السورة قال نعيت لرسول الله صلى الله عليه وسلم نفسه حين نزلت قال فأخذ بأشد ما كان اجتهادا في أمر الآخرة. ഈ സൂറത്ത് ഇറങ്ങിയതിനു ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, ബാക്കിയൊക്കെ നേരത്തെ നമ്മൾ പറഞ്ഞ കാര്യം തന്നെയാണ്, അതുകൊണ്ട് അത് അർത്ഥം പറയുന്നില്ല. ഈ സൂറത്ത് ഇറങ്ങിയതിനു ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നന്നായി അധ്വാനിക്കുമായിരുന്നു, വളരെയധികം ഇബാദത്തുകളിൽ മുഴുകുമായിരുന്നു. സാധാരണ ചെയ്യുന്നതിനേക്കാളും ഒരുപാട് പരിശ്രമം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ബി അശദ്ദ മാ കാന ഇജ്തിഹാദൻ ഫി അംരിൽ ആഖിറ, ഏത് കാര്യത്തിൽ? ആഖിറത്തിന്റെ കാര്യത്തിൽ. കാരണം എന്താണ് അറിയിക്കപ്പെട്ടത്? സൂചന എന്താ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്താണ്. അതുകൊണ്ട് റസൂലുള്ളാഹി നന്നായി ആഖിറത്തിന്റെ കാര്യത്തിൽ അധ്വാനിച്ചിരുന്നു ഈ സൂറത്ത് ഇറങ്ങിയതിനു ശേഷം.
ابن كثير പറയുന്നു فالذي فسر به بعض الصحابة من جلساء عمر من أنه قد أمرنا إذا فتح الله علينا المدائن والحصون أن نحمد الله ونشكره ونسبحه. എന്നാൽ ഉമറിന്റെ കൂടെ ഇരുന്ന മറ്റുള്ള സഹാബിമാരുണ്ടല്ലോ, ഇബ്നു അബ്ബാസ് അല്ലാത്ത ആളുകൾ, അവരൊക്കെ പറഞ്ഞെന്താ, കോട്ടകളും നാടുകളും ഒക്കെ അള്ളാഹു നമുക്ക് തുറന്നു തന്നാൽ, വിജയം തന്നാൽ തഹ്മീദും തസ്ബീഹും ഇസ്തിഗ്ഫാറൊക്കെ നടത്തണം എന്നവര് പറഞ്ഞ ഈ തഫ്സീർ, അതായത് നുസല്ലി ലഹു, അങ്ങനെ ഉണ്ടായാൽ നമ്മൾ നമസ്കരിക്കണം, വനസ്തഗ്ഫിറഹു, അള്ളാഹുവിനോട് ഇസ്തിഗ്ഫാർ നടത്തണം, ഈ അർത്ഥം മഅനാ മലീഹുൻ സഹീഹ്, ഇത് തെറ്റായ അർത്ഥമാണോ? പിന്നെയോ ശരിയായ അർത്ഥമാണ്. വഖദ് സബത ലഹു ഷാഹിദുൻ, മാത്രമല്ല അതിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു പ്രവൃത്തി തന്നെ തെളിവാണ്. മിൻ സ്വലാത്തിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം യൗമ ഫത്ഹി മക്ക വഖ്ത ദുഹാ 8 റക്അത്ത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഫത്ഹു മക്കയുടെ അന്ന് ദുഹാ സമയത്ത് 8 റക്അത്ത് നമസ്കരിച്ചിരുന്നു. അപ്പൊ അതും കൂടി അതിന് തെളിവാണ്. എന്നിട്ട് ഇബ്നു കസീർ പറയുന്നു, ചില പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ളത് ഇതെന്താണ്, ദുഹാ നിസ്കാരാണ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. പക്ഷെ ചില ഉലമാക്കൾ പറഞ്ഞിട്ടുള്ളത് എന്താ, രാജ്യങ്ങൾ കീഴടക്കിയാൽ ആ അമീർ ഉണ്ടല്ലോ, നേതാവായ ആൾ, ആ നേതാവിന് ആ നാട്ടിൽ വെച്ച് 8 റക്അത്ത് സുന്നത്ത, അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമസ്കരിച്ചതെന്നാണ്. 2 അഭിപ്രായം ആ വിഷയത്തിൽ. ദുഹായതായാലും ഉണ്ട് കേട്ടോ, അത് വേറെ. പക്ഷെ നാട് കീഴടക്കിയാൽ അമീറിന് ആ നാട്ടിൽ ഒരു പ്രത്യേക നമസ്കാരം 8 റക്അത്ത് ഉണ്ട് എന്ന് ഈ സംഭവം വെച്ച് ഉലമാക്കൾ പറഞ്ഞിട്ടുണ്ട്. വഹാകദാ ഫഅല സഅദ് ഇബ്നു അബി വഖാസ് യൗമ ഫത്ഹിൽ മദായിൻ, മാത്രമല്ല സഹാബിയായ സഅദ് ഇബ്നു അബി വഖാസ് റളിയല്ലാഹു അൻഹു ഇതുപോലെ ചെയ്തിട്ടുമുണ്ട്. വേറെ നാട് വിജയിച്ചപ്പോൾ 8 റക്അത്ത് ആ നാട്ടിൽ വെച്ച് നമസ്കരിച്ചിട്ടുമുണ്ട്. അപ്പൊ അതുകൂടി മനസ്സിലാക്കണം. വഅമ്മാ മാ ഫസ്സറ ബിഹി ഇബ്നു അബ്ബാസ് വഉമർ റളിയല്ലാഹു അൻഹുമാ من أن هذه السورة نعي فيها إلى رسول الله صلى الله عليه وسلم نفسه الكريمة، وأعلم أنك إذا فتحت مكة وهي قريتك التي أخرجتك ودخل الناس في دين الله أفواجا فقد فرغ شغلنا بك في الدنيا. എന്നാൽ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞ ഈ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്ത് അറിയിക്കുന്ന ഈ തഫ്സീർ ഉണ്ടല്ലോ, അങ്ങനെ പറഞ്ഞാൽ എന്താണ്, അള്ളാഹു പറയുകയാണ്, നിനക്ക് മുഹമ്മദ് നിന്നെ പുറത്താക്കിയ നാടുണ്ടല്ലോ മക്ക, ആ നാട് അള്ളാഹു നിനക്ക് തുറന്നു തന്നാൽ, ജനങ്ങൾ കൂട്ടം കൂട്ടമായി ദീനിൽ പ്രവേശിച്ചാൽ പിന്നെ നിന്റെ ദൗത്യം അവസാനിച്ചു. ഫറഹ ശുഗ്ലുക്, നിന്റെ ശുഗ്ല് അവസാനിച്ചു. ഓ നബി അങ്ങ് എന്താണ് ഒഴിവായി, പണിയൊക്കെ തീർന്നു. അതുകൊണ്ട് ഫതഹയ്യ ലിൽ ഖുദൂമി അലൈനാ, അതുകൊണ്ട് അള്ളാഹു പറയുകയാണ്, അതുകൊണ്ട് നീ ഒരുങ്ങുക നമ്മുടെ അടുത്തേക്ക് വരാൻ. വൽ വുഫൂദ് ഇലൈന, നീ നമ്മിലേക്ക് യാത്രയാകുവാൻ. ഫൽ ആഖിറതു ഖൈറുൽ ലക മിനദ് ദുനിയ, സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഏതാണ് ഖൈർ, ദുനിയാവാണോ? അല്ല, ആഖിറത്താൻ. വലസൗഫ യുഅതീക റബ്ബുക ഫതർദ, ആയത്തിൽ തീർക്കുക, അവിടെ വെച്ച് നിന്റെ റബ്ബ് നിനക്ക് തരുന്നതാണ്, അന്ന് നീ തൃപ്തിപ്പെടുന്നതാണ്, നിനക്ക് തൃപ്തിയാവോളം നിന്റെ റബ്ബ് തരുന്നതാണ്. ولهذا قال فسبح بحمد ربك واستغفره إنه كان توابا. അതിനുവേണ്ടി ഒരുങ്ങാൻ വേണ്ടി തസ്ബീഹും തഹ്മീദും ഇസ്തിഗ്ഫാറും ഒക്കെ നടത്തുക. وروى الجماعة إلا الترمذي عن عائشة قالت كان رسول الله صلى الله عليه وسلم يكثر أن يقول في ركوعه وسجوده سبحانك اللهم ربنا وبحمدك اللهم اغفر لي يتأول القرآن. നേരത്തെ പറഞ്ഞ ഹദീസ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവസാന കാലത്ത് റുകൂഇലും സുജൂദിലും ഇത് ചൊല്ലാറുണ്ടായിരുന്നു. ഇനി ഇമാം അഹ്മദും മുസ്ലിമും ഉദ്ധരിച്ചിരിക്കുന്നു, കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യുക്സിറു ഫി ആഖിരി അംരിഹി മിൻ ഖൗലി സുബ്ഹാനല്ലാഹി വബിഹംദിഹി അസ്തഗ്ഫിറുല്ലാഹ് വഅതൂബു ഇലൈഹി. സുബ്ഹാനല്ലാഹി വബിഹംദിഹി അസ്തഗ്ഫിറുല്ലാഹ് വഅതൂബു ഇലൈഹി. ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവസാന കാലത്ത് നന്നായി വർദ്ധിപ്പിച്ചിരുന്നു. ഇത് വേറെ വേറെ ലഫ്ള് ചെറിയ വ്യത്യാസത്തോടെ കാണാം. സുബ്ഹാനല്ലാഹി വബിഹംദിഹി അസ്തഗ്ഫിറുല്ലാഹ് അതൂബു ഇലൈഹി, മനസ്സിലായല്ലോ. ഇതിങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആവർത്തിച്ചു കൊണ്ടേയിരുന്നു, എണ്ണം നിശ്ചയിക്കാതെ. റസൂലുള്ള എണ്ണം നിശ്ചയിക്കാത്ത ദിക്ർ നമുക്ക് എണ്ണം നിശ്ചയിക്കാതെ എത്രയും ചൊല്ലാം, അതിന് പ്രത്യേക എണ്ണം നിശ്ചയിക്കാൻ പാടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എണ്ണം നിശ്ചയിച്ചത് പറഞ്ഞത് അതേ എണ്ണത്തിൽ തന്നെ ചൊല്ലുമാണ്. നബി പറയാത്ത എണ്ണം പറയാൻ പാടുണ്ടോ? ഇല്ല. 99,999 ഒക്കെ കള്ളദിക്കറുടെ എണ്ണം, മറ്റേ ആ മൻസില് മഫാസ് പോലുള്ള കള്ളദിക്കറുള്ള പുസ്തകങ്ങൾ അതൊന്നും വായിക്കാൻ തന്നെ പാടില്ല.
ബഹുഭൂരിപക്ഷം കളവുകളാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകളിൽ ഇല്ലാത്ത എണ്ണവും ഇതൊക്കെ പറഞ്ഞു. സഹീഹായ ഹദീസുകളുടെ നമ്പർ അടക്കം പണ്ഡിതന്മാർ അത് സഹീഹാക്കിയ കിതാബിന്റെ പേജ് നമ്പർ അടക്കം എടുത്തു പറഞ്ഞ ഒരുപാട് പുസ്തകങ്ങളുണ്ട്. സത്യസന്ധരായ ആളുകൾ എഴുതിയിട്ടുള്ള അങ്ങനത്തെ ദിക്ർ പുസ്തകങ്ങളാണ് നമ്മൾ വായിച്ച് പഠിക്കേണ്ടത്. മനസ്സിലായില്ലേ? ഇങ്ങനത്തെ ചവറുകൾ വായിച്ച് പഠിക്കരുത്. മഞ്ചിലും മഫാസ് പല വീടുകളിലുണ്ട്. നിങ്ങൾക്ക് വീടുകളിലുണ്ടെങ്കിൽ എടുത്തു മാറ്റണം, കത്തിച്ചടണം. നല്ല പഠിക്കാനുള്ള ദിക്റുകൾ, സഹീഹായ ദിക്റുകൾ പറഞ്ഞിട്ടുള്ള പുസ്തകങ്ങൾ വാങ്ങി അത് ചൊല്ലണം, അത് ശീലിക്കണം. മനസ്സിലല്ലോ? പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമാണത്. സുബ്ഹാനല്ലാഹി വബിഹംദിഹി അസ്തഗ്ഫിറുല്ലാഹ് വഅതൂബു ഇലൈഹി. വഖാൽ, എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയും ചെയ്തു, ഇന്ന റബ്ബി കാന അഖ്ബറനി അന്നി സഅറ അലാമതൻ ഫീ ഉമ്മതി വഅമറനി ഇദാ റഅയ്തുഹാ അൻ ഉസബ്ബിഹ ബിഹംദിഹി വഅസ്തഗ്ഫിറഹു ഇന്നഹു കാന തവ്വാബ ഫഖദ് റഅയ്തുഹാ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, ഇന്ന റബ്ബി, എന്റെ റബ്ബ്, കാന അഖ്ബറനി, എന്റെ റബ്ബനെ അറിയിച്ചിട്ടുണ്ട്, അന്നീ സഅറ, ഞാൻ കാണുമെന്ന്, അലാമതൻ, ഒരു അടയാളം, എന്റെ റബ്ബനെ അറിയിച്ചിരിക്കുന്നു, ഞാനൊരു അടയാളം കാണുമെന്ന്, ഫി ഉമ്മത്തി, എന്റെ ഉമ്മത്തിൽ, വഅമറനി ഇദാ റഅയ്തുഹാ, ഞാനത് കണ്ടാൽ, ഞാനത് കാണുകയാണെങ്കിൽ ഇത് ചെയ്യണമെന്ന് അല്ലാഹു എന്നോട് കൽപ്പിച്ചിരിക്കുന്നു. എന്ത് ചെയ്യാനാണ്? അൻ ഉസബ്ബിഹ ബിഹംദിഹി വഅസ്തഗ്ഫിറഹു ഇന്നഹു കാന തവ്വാബ, അല്ലാഹു തവ്വാബാണ്. ഫഖദ് റഅയ്തുഹാ, ഞാനത് കാണുകയും ചെയ്തു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ തന്നെ വ്യക്തമാക്കി പറയുകയാണ്. ഇദാ ജാ, എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഓതി, ഇദാ ജാ നസ്റുല്ലാഹി വൽ ഫത്ഹ് വറഅയ്ത അന്നാസ യദ്ഖുലൂന ഫീ ദീനില്ലാഹി അഫ്വാജ ഫസബ്ബിഹ് ബിഹംദി റബ്ബിക വസ്തഗ്ഫിർ ഇന്നഹു കാന തവ്വാബ. ഇബ്നു കസീർ പറയുന്നു, വൽ മുറാദു ബിൽ ഫത്ഹി ഹാഹുനാ ഫത്ഹു മക്ക ഖൗലൻ വാഹിദ. ഏകാഭിപ്രായമുണ്ട്, ഇവിടെ ഫത്ഹ് എന്ന് പറഞ്ഞാൽ ഉദ്ദേശം ഫത്ഹു മക്കയാണ്. ഫഇന്ന അഹ്യാ അൽ അറബ്, കാരണം ഇതിനെ ശ്രദ്ധിക്കണം, ഈ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. ഫഇന്ന അഹ്യാ അൽ അറബ്, അറബി ഗോത്രങ്ങൾ, കാനത് തതലവ്വമു ബിഇസ്ലാമിഹാ ഫത്ഹ മക്ക, അവർ ഇസ്ലാം സ്വീകരിക്കാൻ ഒരു ഉപാധിയായി വെച്ചിരുന്നു. ഏത്? ഫത്ഹു മക്ക. മുസ്ലിങ്ങളാകാത്ത ബാക്കി അറബി ഗോത്രങ്ങളുണ്ടല്ലോ, നബിയോട് അങ്ങനെ എത്ര കാലമായിട്ടും മുസ്ലിം ആവാതെ ഇങ്ങനെ നിന്ന ആളുകൾ, ദഅവത്തൊക്കെ കിട്ടിയിട്ടും അവരെന്താണ് പറഞ്ഞത്? യഖൂലൂൻ, അവർ പറഞ്ഞിരുന്നു, ഇൻ ലഹറ അലാ ഖൗമിഹി ഫഹുവ നബിയ്യുൻ. ആ മുഹമ്മദ് അദ്ദേഹത്തിന്റെ കൗമിൽ ജയിക്കുകയാണെങ്കിൽ, അദ്ദേഹത്തിന്റെ തന്നെ കൗമുണ്ടല്ലോ മക്കത്തെ പുറത്താക്കിയ ആളുകൾ, അവരെ ജയിക്കുകയാണെങ്കിൽ മുഹമ്മദ് നബിയാണ് എന്ന് അറബികൾ പറഞ്ഞിരുന്നു. ഫലമ്മാ ഫതഹ അല്ലാഹു അലൈഹി മക്ക ദഖലു ഫീ ദീനില്ലാഹി അഫ്വാജ. മക്ക വിജയിച്ചപ്പോ മുസ്ലിങ്ങളൊക്കെ, അറബി ഗോത്രങ്ങളൊക്കെ എന്തായി? കൂട്ടം കൂട്ടമായി ഇസ്ലാമിലേക്ക് പ്രവേശിച്ചു. ഫലം തംബി സനതാൻ, 2 വർഷം കടന്നുപോയില്ല. ഹത്താ ഇസ്തൗസഖത് ജസീറത്തുൽ അറബി ഈമാന. ജസീറത്തുൽ അറബ്, ആ അറേബ്യൻ ഭൂഖണ്ഡം ഉണ്ടല്ലോ, അത് മുഴുവൻ ഈമാനിലേക്ക് കടന്നു വരാൻ 2 വർഷം തികഞ്ഞില്ല. അപ്പോഴേക്ക് എല്ലാവരും മുസ്ലിങ്ങളായി, അറബികൾ മുഴുവൻ ഇസ്ലാം സ്വീകരിച്ചു. വലം യബ്ഖ ഫീ സായിരി ഖബാഇൽ അറബി ഇല്ലാ മുദ്ഹിറു ലിൽ ഇസ്ലാം. എല്ലാ അറബ് ഗോത്രങ്ങളും ഇസ്ലാം മുസ്ലിങ്ങളാണ് ഞങ്ങൾ എന്ന് പുറമേക്കെങ്കിലും പറയുന്ന ആളുകളായി, ഉള്ളിലെന്തായാലും പുറത്ത് ഇസ്ലാം പറയുന്ന ആളുകളായി മാറി എല്ലാവരും. പിന്നീട് അബൂബക്കർ സിദ്ദീഖിന്റെ റളിയല്ലാഹുവിന്റെ കാലത്ത് രിദ്ദത്തുണ്ടായി, തിരിച്ചുപോയ ആളുകളുണ്ടായിരുന്നു. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ആയത്തിന് ശേഷം, ഫത്ഹു മക്കയ്ക്ക് ശേഷം എല്ലാവരും ഇസ്ലാമാണ്, മുസ്ലിങ്ങളാണ് ഞങ്ങൾ എന്ന് പറയുകയുണ്ടായി, മുസ്ലിങ്ങളാവുകയുണ്ടായി. വലില്ലാഹിൽ ഹംദു വൽ മിന്ന, അള്ളാഹുവിനാണ് ഹംദ്, അവനാണ് എല്ലാ അനുഗ്രഹങ്ങളും അവനിൽ നിന്നാണ്. അതിനുള്ള മറ്റൊരു കാരണം ഇമാം ഖുർത്തുബി റഹിമഹുല്ലാഹ് എടുത്തു പറഞ്ഞിട്ടുണ്ട്, ഇബ്നു കസീർ അത് പറഞ്ഞിട്ടില്ല. എന്താണ് അവർ പറഞ്ഞത്? ഇമാം ഖുർത്തുബി പറഞ്ഞു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മക്ക വിജയിച്ചപ്പോൾ അറബികൾ പറഞ്ഞു, ബാക്കിയുള്ള ഗോത്രങ്ങളുണ്ടല്ലോ, അവർ പറഞ്ഞു, മക്ക ജയിച്ചോ മുഹമ്മദ്? മക്ക കീഴടക്കാൻ വന്ന അസ്ഹാബുൽ ഫീൽ അവർ അല്ലാഹു സുബ്ഹാനഹു വ തആല നശിപ്പിച്ചിട്ടുണ്ട്. അപ്പൊ മക്ക മുഹമ്മദ് വിജയിച്ചിട്ടുണ്ടെങ്കിൽ നബി തന്നെയാണ്, അള്ളാഹുന്റെ സഹായം ആർക്കുണ്ട്? മുഹമ്മദിനുണ്ട് എന്ന് അവർ ആ സംഭവം കൂടി കൂട്ടിയിട്ടാണ് മനസ്സിലാക്കിയിട്ടുള്ളത്. കാരണം ആ ഫീലുണ്ടല്ലോ സംഭവം, അസ്ഹാബുൽ ഫീലിന്റെ സംഭവം അവർക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. അപ്പൊ കഅബ ആർക്കും ആക്രമിക്കാൻ പറ്റില്ല, മക്ക വേറെ ആളുകൾക്ക് വിജയിക്കാൻ പറ്റില്ല എന്ന് അവർ മനസ്സിലാക്കിയതാണ്.
അങ്ങനെ വിജയിക്കണമെങ്കിൽ അള്ളാഹുവിന്റെ സഹായം ഉണ്ടാവണം, അള്ളാഹുവിന്റെ നബി ആയിരിക്കണം, മുഹമ്മദ് പറയുന്നത് സത്യമായിരിക്കണം എന്നവർ മനസ്സിലാക്കേണ്ടായി. ഇതും കൂടി ഫത്ഹ് മക്കയ്ക്ക് ശേഷം ഇസ്ലാം ഇങ്ങനെ വിജയിക്കാൻ, ഇസ്ലാം വളരാൻ അതുകൂടി കാരണമാണ്. ഇതാണ് ഈ ആയത്തിന്റെ തഫ്സീർ പറയാനുള്ളത്. ഇൻഷാ അള്ളാഹ് നമുക്ക് അടുത്ത ക്ലാസ്സിൽ അടുത്ത സൂറത്ത് എടുക്കാം. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ പഠനവും ഈ യുദ്ധവും ഒക്കെ സ്വീകരിക്കുമാറാകട്ടെ. അള്ളാഹു റബ്ബുൽ ആലമീൻ എല്ലാത്തിനും നമുക്ക് ഇഖ്ലാസ് പ്രദാനം ചെയ്യട്ടെ. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. اللهم بارك في هذا البيت وأهله وصلى الله وسلم وبارك على نبينا محمد وعلى آله وصحبه أجمعين. سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك. السلام عليكم ورحمة الله.